കാട്ടുമുത്തി ഭാഗം 5. വരൂ കഥ കേൾക്കാം. നേരെ ചെന്നെത്തിയത് SI ചെമ്പന്റെ സ്റ്റേഷനിലേക്കാണ്. മുൻപിൽ തന്നെ ഭക്ഷണം കടിച്ചു വലിച്ചു തിന്നുകൊണ്ടിരുന്ന ചെമ്പൻ തല ഉയർത്തി നോക്കി. പിന്നെ പുച്ഛഭാവത്തിൽ തീറ്റ തുടർന്നു. ക്യാപ്റ്റൻ ക്ഷമയോടെ കാത്തു നിന്നു. മറ്റൊരു ചെന്നായ് പോലീസ് ചെമ്പന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, സർ, FBI-യിൽ നിന്ന് ക്യാപ്റ്റൻ പുറത്തു വന്ന് നിൽക്കുന്നു. അവിടെ നിൽക്കട്ടോ, ഞാൻ ഭക്ഷണം കഴിക്കുകയല്ലേ. അത് കഴിഞ്ഞ് സൗകര്യമുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ പോയിട്ട് പിന്നെ വരാൻ പറ. അല്ല പിന്നെ. ചെമ്പൻ ഒരു എല്ലിൻ കഷ്ണം കട്ടിച്ചു മുറിച്ചുകൊണ്ട് പറഞ്ഞു. ഈ പനയോലയും പുല്ലും തിന്ന് നടക്കുന്നവനൊക്കെ എന്ത് കേസ് തെളിയിക്കാനാ? അതൊക്കെ നമ്മളെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ചെമ്പന്റെ സമീപത്തു നിന്നും പുറത്തേക്ക് വന്ന ചെന്നായ് പോലീസ് നിസ്സഹായനായി ക്യാപ്റ്റനെ നോക്കി. സ്ഥാനം കൊണ്ട് SI-യെക്കാളും ഉയർന്ന റാങ്കിലുള്ള ആളാണ് പുറത്ത് കാത്തു നിൽക്കുന്നത്. ആരോഗ്യം നോക്കിയാൽ ഒറ്റ തട്ടിന് ഈ സ്റ്റേഷൻ കെട്ടിടം തള്ളി താഴെയിടാൻ കെൽപ്പുള്ളവൻ. എന്നാൽ ക്യാപ്റ്റൻ ശാന്തനായി കണ്ണടച്ച് കാണിച്ചു. എവിടെയാണ് പാണ്ഡനാന കിടക്കുന്നത്? പോലീസ് ചെന്നായ പുറകിലെ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. അങ്ങോട്ട് നടക്കാൻ ഒരുങ്ങിയ ക്യാപ്റ്റനെ ഓടി വന്ന ചെമ്പൻ തടഞ്ഞു. തടവിൽ കിടക്കുന്ന പുള്ളിയെ കാണാൻ അനുവാദമുണ്ടോ തന്റെ കയ്യില്? ക്യാപ്റ്റൻ തുമ്പിക്കൈയിൽ മടക്കി പിടിച്ചിരുന്ന തേക്കിന്റെ ഇല ചെമ്പന്റെ നേരെ നീട്ടി. മന്ത്രി മുഖ്യന്റെ നഖലിഖിതം. വാ, എന്റെ കൂടെ സാന്നിധ്യത്തിൽ മതി തന്റെ ചോദ്യം ചെയ്യല്. ചെമ്പൻ മുമ്പിൽ നടന്നു. താൻ എന്ത് സവിശേഷ ബുദ്ധിയാണ് പ്രയോഗിക്കുന്നതെന്ന് കാണാമല്ലോ. SI-യുടെ അവഹേളനത്തോട് പ്രതികരിക്കാതെ ക്യാപ്റ്റൻ മുന്നോട്ട് നടന്നു. പാണ്ഡനാനയുടെ കുഴിയുടെ സമീപത്തെത്തി. ക്യാപ്റ്റനെ കണ്ടപ്പോൾ അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. പാണ്ഡന്റെ ദേഹമെല്ലാം മുറിഞ്ഞിരിക്കുന്നു, മുൾച്ചങ്ങല കൊണ്ട് വലിഞ്ഞിട്ട്. ഭക്ഷണവും വെള്ളവും കിട്ടാത്തതിനാൽ അവശനാണ്. എന്നും ഏത് സമയത്താണ് അമ്പലം തുറക്കുന്നത്? പതിഞ്ഞ ശബ്ദത്തിൽ പാണ്ഡൻ മറുപടി നൽകി. രാവിലെ സൂര്യൻ ഉദിക്കാൻ തുടങ്ങുമ്പോഴേക്കും പുഴയിലെ വെള്ളം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യും. അപ്പോഴേക്കും കുരങ്ങിച്ചാർ പൂക്കൾ എത്തിക്കും, മണിയടിച്ച് പുഷ്പാഭിഷേകം ചെയ്യും. പിന്നെ ഓരോരുത്തരായി വരും, എല്ലാവർക്കും പ്രസാദം കൊടുക്കും. വലിയ ഒറ്റയാൽ മരത്തിന്റെ നിഴൽ മാഞ്ഞ് വെയിൽ മൂക്കുമ്പോൾ നടയടയ്ക്കും. ഞാനും കുരങ്ങിച്ചാരും തിരികെ പോരും. പിന്നെ പിറ്റേ ദിവസം. അന്ന് കാലത്തോ തലേ ദിവസമോ വിശേഷിച്ചാരെയെങ്കിലും ക്ഷേത്ര പരിസരത്ത് കണ്ടിരുന്നോ? ഇതുവരെ കാണാത്ത ഒരു ഭക്തനെ ഒന്ന് ഓർത്തു നോക്കൂ. തിരുമേനിയാന ഇല്ലെന്ന അർത്ഥത്തിൽ തല കുലുക്കി. ആരെങ്കിലും എപ്പോഴെങ്കിലും ആ മുത്തിയുടെ വിഗ്രഹം വേണമെന്ന ആവശ്യമായി വന്നിട്ടുണ്ടോ? ഇല്ല, എന്റെ അറിവിലില്ല. ഇതിനു മുമ്പ് ഇങ്ങനെയൊരു മോഷണ ശ്രമം? ഇല്ല, ഒരിക്കലുമില്ല. ശരി, ഞാൻ ഇറങ്ങട്ടെ. ക്യാപ്റ്റൻ തിരിഞ്ഞു നടന്നു. ഹോഹോ, വലിയ ചോദ്യം ചെയ്യലാണല്ലോ, ബുദ്ധിരാക്ഷസൻ. എടോ ക്യാപ്റ്റാ, ഇതൊക്കെ ഞാനും കുറെ ചോദിച്ചതാടോ. ആ കള്ളനാനയ്ക്ക് ഇപ്പൊ പറഞ്ഞ ഉത്തരം തന്നെ ആയിരുന്നു. അത് പിന്നെ വല്ലതും വിട്ടു പറയുമോ? കള്ളക്കൂട്ടങ്ങൾ. കാട്ടുമുത്തിയുടെ വിഗ്രഹം പുഴയ്ക്ക് അക്കരെ മനുഷ്യരുടെ ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ടാവും. ഇയാൾ അവിടെ പോയി നോക്ക്, ധൈര്യം ഉണ്ടെങ്കിൽ. അല്ലാതെ ഇവിടെ കിടന്ന് ആളാകാതെ. വെടികൊണ്ട് ചാകും മനുഷ്യരുടെ അടുത്ത് പോയാൽ. ചെമ്പന്റെ ഗീർവാണം ക്യാപ്റ്റനെ ദേഷ്യം പിടിപ്പിച്ചു. ഒന്ന് മുന്നോട്ടാഞ്ഞു. തുമ്പിക്കൈ കുടഞ്ഞു ചീറ്റി. ചെമ്പനെ രൂക്ഷമായി നോക്കി 2 ചുവട് വെച്ചു. ആ ഭാവമാറ്റം കണ്ട ചെമ്പൻ 4-5 ചുവട് പുറയിലേക്ക് മാറി. മറ്റു പോലീസ് ചെന്നായ്ക്കൾ ഭയന്ന് വിറച്ചു. പിന്നെ ഒന്നും സംഭവിക്കാത്ത പോലെ ക്യാപ്റ്റൻ മുന്നോട്ട് നടന്നുപോയി. എല്ലാവരും നെടുവീർപ്പിട്ടു. ഈ സമയം ഉയരെ തന്റെ തലയ്ക്ക് മീതെ വട്ടമിട്ട് പറന്നിരുന്ന ജഡായുവിനെ ക്യാപ്റ്റൻ ശ്രദ്ധിച്ചിരുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അവൻ നോക്കിക്കൊള്ളും. ഊറിച്ചിരിച്ചുകൊണ്ട് ക്യാപ്റ്റൻ സ്ഥലം വിട്ടു. പിറ്റേ ദിവസം FBI-യുടെ ഓഫീസിൽ 4 പേരും ചേർന്ന് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തി. നമ്മുടെ ഇതുവരെയുള്ള അന്വേഷണങ്ങളിൽ നിന്നും ഒരു കാര്യം ഉറപ്പിക്കാമെന്ന് തോന്നുന്നു. ആന തിരുമേനി ഈ കാര്യത്തിൽ നിരപരാധിയാണ്. മറ്റാരോ ആണ് ഇതിന്റെ പിന്നിൽ. ക്യാപ്റ്റൻ തുടങ്ങി. ആ കാട്ടിലെ ഒട്ടുമിക്ക മൃഗങ്ങൾക്കും പാണ്ഡനാനയെ കുറിച്ചും അവന്റെ വീട്ടുകാരെ കുറിച്ചും നല്ല മതിപ്പാണ്. വളരെ കൃത്യമായി കാട്ടുമര്യാദകൾ അനുസരിക്കുന്ന കുടുംബം.
പോരാത്തതിന് കാട്ടുമുത്തിയുടെ തികഞ്ഞ ഭക്തനും. ഫോക്സ്മാൻ തന്റെ അന്വേഷണ പുരോഗതി അറിയിച്ചു. തലേ ദിവസം പൂജ കഴിഞ്ഞ് ബൈസൺ കാളയുടെ കൈതച്ചക്കത്തോട്ടത്തിൽ പാണ്ഡ്യൻ ചെന്നിരുന്നു എന്നത് സത്യമാണ്. ആ പരിസരത്തെല്ലാം ആനയുടെ കാൽപ്പാടുകളുണ്ട്. ബൈസൺ കുറെ കൈതച്ചക്ക പാണ്ഡ്യന്റെ കൈവശം കൊടുത്തയച്ചു എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. കൈതത്തോട്ടത്തിലെ പുളിമരത്തിൽ താമസിക്കുന്ന മലയണ്ണാൻ പാണ്ഡ്യനാനയെ അവിടെ കണ്ടതായി പറയുന്നുമുണ്ട്, ഡോക്സാരി പറഞ്ഞു. ഞാൻ നീലാണ്ടന്റെ കൂട്ടുകാർക്കിടയിൽ ഒരു അന്വേഷണം നടത്തി. കൈതച്ചക്കളുമായി പാണ്ഡ്യൻ കുന്നുകയറി പോകുന്നത് കണ്ടവരുണ്ട്. കുന്നിന്റെ അപ്പുറത്താണ് ആനക്കൂട്ടത്തിന്റെ താവളം, ക്യാപ്റ്റൻ. ഇനി പാണ്ഡ്യനോട് അസൂയയോ ദേഷ്യമോ ഉള്ള മറ്റാനകൾ ആരെങ്കിലും ആ വിഗ്രഹം അവിടുന്ന് എടുത്തതായിരിക്കുമോ? ഫോക്സ്മാൻ ഒരു ചോദ്യം എടുത്തിട്ടു. ആ സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ നേതാവ് നീലാണ്ടന്റെ അഭിപ്രായത്തിൽ ആനകൾക്കെല്ലാം പാണ്ഡ്യന്റെ ഈ ജോലിയിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. വേറെ മൃഗങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു ഉത്തരവാദിത്തമാണല്ലോ. ഏതായാലും ആ വഴിക്കും നമ്മുടെ അന്വേഷണം നടക്കണം, ക്യാപ്റ്റൻ അഭിപ്രായപ്പെട്ടു. എന്തായി? ഇന്നലെ ജയിലിൽ കുരങ്ങച്ചാരെ കണ്ടു? ജഡായുവിനോട് ക്യാപ്റ്റൻ ചോദിച്ചു. ഓ സർ, കുറെ നേരം മരത്തിന് മുകളിൽ കാത്തിരിക്കേണ്ടി വന്നു. ആ SI അവിടെ നിന്നൊന്നും മാറാതെ എനിക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റുമായിരുന്നില്ല. വൈകുന്നേരം അവൻ പോയി എന്നുറപ്പിച്ച ശേഷമാണ് കുരങ്ങച്ചാരെ പാർപ്പിച്ചിരുന്ന മുറിയുടെ ജനൽപ്പടിയിൽ എത്തിയത്. അവൻ ആകെ പേടിച്ചിരിക്കുകയാണ്. ചെമ്പൻ പോലീസ് ശരിക്കും പെരുമാറിയിട്ടുണ്ട്. ദേഹം മുഴുവൻ ചോര. എന്താ അവന്റെ മൊഴി? ക്യാപ്റ്റൻ കാത് കൂർപ്പിച്ചു. ചെമ്പൻ കുറ്റപത്രത്തിൽ എഴുതി പിടിപ്പിച്ചതൊക്കെ നുണയാവാനാണ് സാധ്യത. തലേന്ന് പൂജ കഴിഞ്ഞ് അമ്പലവും പരിസരവും വൃത്തിയാക്കി ഉച്ചയോടെയാണ് അവരിരുവരും അടങ്ങിയത്. ക്ഷീണം കാരണം കുരങ്ങിച്ചാരുടെ വീടിനടുത്ത് കുറച്ചു നേരം വിശ്രമിച്ചതിനു ശേഷം അവിടുത്തെ കാട്ടുചോലയിൽ നിന്ന് വെള്ളവും കുടിച്ചാണ് പാണ്ഡ്യൻ പോയത്. മാത്രമല്ല, ഇപ്പോൾ ഡോക്സാരി പറഞ്ഞതുപോലെ ബൈസൺ കാളയുടെ തോട്ടം വഴിയാണ് പോയതെങ്കിൽ അതും ആ കുന്നു കയറി പിന്നെ വീണ്ടും അമ്പലത്തിന്റെ പരിസരത്തേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല, ക്യാപ്റ്റനെ പോലെ ശരീരപ്രകൃതിയുള്ള ഒരുവൻ തനിച്ച് അത്രയും വഴി വരികയാണെങ്കിൽ മറ്റു മൃഗങ്ങളും പക്ഷികളും കാണാതിരിക്കില്ല. ഒന്ന് ചിരിച്ചുകൊണ്ടാണ് ഫോക്സ്മാൻ ഈ കമന്റ് പാസാക്കിയത്. പക്ഷേ രാത്രി വളരെ വൈകി എല്ലാവരും ഉറക്കമായ ശേഷം അങ്ങനെ ഒരു സാധ്യതയില്ലേ? ഡോക്സാരിയുടെ സംശയം. ഇത്രയും പ്രായമായ പാണ്ഡ്യന് രാത്രി ഇരുട്ടത്ത് അത്രയും ദൂരം താണ്ടാൻ സാധിക്കുമോ? ക്യാപ്റ്റന്റെ നേരെ തിരിഞ്ഞ് ജഡായു ചോദ്യമെറിഞ്ഞു. കണ്ണുകളുടെ കാഴ്ച പ്രായമാകും തോറും പ്രശ്നമാകില്ലേ? ക്യാപ്റ്റൻ ആ സംശയം ശരിവെച്ചുകൊണ്ട് തല കുലുക്കി. എന്തോ ചിന്തിച്ച ശേഷം പറഞ്ഞു. നമുക്ക് നാളെ ഉച്ച കഴിഞ്ഞ് ആ അമ്പല പരിസരത്ത് ഒന്നുകൂടി പോകണം. അവിടെ മാകെ വിശദമായ ഒരു പരിശോധന കൂടി വേണം. എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. എല്ലാവരും ക്യാപ്റ്റന്റെ വാക്കുകൾക്ക് ചെവിയോർത്തു. ഡോക്സാരി, ബൈസൺ കാളയുടെ തോട്ടത്തിൽ കണ്ട ആനയുടെ കാൽപാടുകളുടെ അളവെടുത്തു? യെസ് ക്യാപ്റ്റൻ. ഡോക്സാരി താൻ കുറിച്ച അളവുകൾ കൈതോലയിലാക്കിയത് സമർപ്പിച്ചു. എല്ലാം ഒരാനയുടെ തന്നെയല്ലേ? അളവുകൾ സൂചിപ്പിക്കുന്നത് അതാണ്. പക്ഷേ അന്ന് രാത്രി മഴ പെയ്തത് കാരണം കാര്യമായി മണം കിട്ടിയില്ല. എന്നാൽ അവിടെയുള്ള ആനപ്പിണ്ടത്തിന് പാണ്ഡ്യന്റേതുമായി സാമ്യമുണ്ട്. ഏതായാലും കഴുതപ്പുലിയുടെ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നാളെ റിസൾട്ട് അറിയാം. ഗുഡ്, വെരി ഗുഡ്. ക്യാപ്റ്റൻ തലകുലുക്കി. തന്റെ അസിസ്റ്റന്റുമാർ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് വിദഗ്ധമായി തന്നെ പ്രവർത്തിക്കുന്നതിൽ അഭിമാനം തോന്നി. കഥ തുടരും. നന്ദി, നമസ്കാരം.